നമസ്കാരം. മുനമ്പത്ത് പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന സർക്കാരിന് മാത്രമേ സാധിക്കൂവെന്ന് മുസ്ലിം ലീഗ് തിരിച്ചറിഞ്ഞു. ഇത് ഇടതുപക്ഷ സർക്കാരിന് വലിയ സമ്മർദ്ദമായി മാറും. മുനമ്പത്തെ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരണമെന്ന് മുസ്ലിം ലീഗ് പരസ്യമായി ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമം കൊണ്ട് മുനമ്പത്തെ പ്രശ്നങ്ങൾ തീരില്ലെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുനമ്പത്തേത് സംസ്ഥാന വിഷയമാണ്. 100% സംസ്ഥാനത്ത് തന്നെ പരിഹരിക്കാവുന്നതേയുള്ളൂ. പരസ്പര ധാരണ ഉണ്ടായാൽ തീരുന്ന വിഷയമാണ്. സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്താൽ അത് ചെയ്യാനാകും. എല്ലാവരെയും വിളിച്ചുകൂട്ടിയാൽ അത് സാധ്യമാകുമെന്നാണ് ലീഗിന്റെ അഭിപ്രായം. കേന്ദ്രം വഖഫ് ബിൽ പാസാക്കാൻ കാത്തുനിൽക്കാതെ സംസ്ഥാന സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കണമായിരുന്നു. കമ്മീഷനെ വെക്കാതെ പ്രശ്നം തീർക്കാനാവുമായിരുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി ഡൽഹിയിൽ പറഞ്ഞു. വഖഫ് ഭേദഗതി നിയമത്തെ മൊത്തത്തിൽ എതിർക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി. ഇത്തരം നീക്കങ്ങൾ ഇപ്പോൾ ഒരു കൂട്ടർക്കെതിരെങ്കിൽ നാളെ വേറൊരു കൂട്ടർക്കെതിരെയായി വരും. അതിനെതിരായി മതേതര കക്ഷികൾ ഒന്നിച്ചു നിൽക്കണം. പൗരത്വ നിയമ ഭേദഗതിയിലും ലീഗ് കോടതിയിൽ പോയിരുന്നു. മുസ്ലിം ലീഗിനെതിരായ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയെ കേരള സമൂഹത്തിൽ പൊതുവിൽ ആരും പിന്തുണയ്ക്കുന്നില്ലെന്നും കേട്ടാൽ അറയ്ക്കുന്ന വർഗീയത കേരളത്തിൽ പറയാൻ പറ്റില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വഖഫ് ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചതിന്റെ ഭാഗമായി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലുമായി ലീഗ് പ്രതിനിധി സംഘം തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്തി. കുഞ്ഞാലിക്കുട്ടിക്ക് പുറമെ MP മാരായ ET മുഹമ്മദ് ബഷീർ MP, അബ്ദുസമദ് സമദാനി, ഹാരിസ് ബീരാൻ, നവാസ് ഖനി എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. അതിനിടെ മുനമ്പം വഖഫ് കേസിൽ മുനമ്പം നിവാസികൾക്ക് കക്ഷി ചേരാൻ കോഴിക്കോട് വഖഫ് ട്രിബ്യൂണൽ അനുമതി നൽകി. ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ നൽകിയ ഹർജിയിൽ കക്ഷി ചേരണമെന്ന മുനമ്പം നിവാസികളുടെ ആവശ്യമാണ് വഖഫ് ട്രിബ്യൂണൽ അംഗീകരിച്ചത്. 3-അംഗ വഖഫ് ട്രിബ്യൂണലാണ് വിധി പറഞ്ഞത്. ഫറൂഖ് കോളേജിന്റെ ഹർജികൾ പരിഗണിക്കുമ്പോൾ മുനമ്പം നിവാസികൾക്ക് പറയാനുള്ള ഭാഗവും വഖഫ് ട്രിബ്യൂണൽ കേൾക്കും. കേസിലെ തുടർ വാദങ്ങൾ ചൊവ്വാഴ്ച ആരംഭിക്കും. സംസ്ഥാന വഖഫ് ട്രിബ്യൂണലിന്റെ നടപടികൾക്കെതിരെ 2 ഹർജികളാണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ സമർപ്പിച്ചത്. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്നുള്ള വഖഫ് ബോർഡിന്റെ 2019 ഉത്തരവും വഖഫ് രജിസ്റ്ററിൽ സ്ഥലം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഫറൂഖ് കോളേജ് ഹർജി നൽകിയത്. നിസാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നതോടെ സർവേ പോലും നടത്താതെ സ്വമേധയാ സ്ഥലം ഏറ്റെടുത്തുവെന്നും ഫറൂഖ് കോളേജ് അറിയിച്ചിരുന്നു. വഖഫ് സംരക്ഷണ സമിതി, വഖഫ് സംരക്ഷണ വേദി തുടങ്ങിയവരുടെ കക്ഷി ചേരാനുള്ള ആവശ്യവും ട്രൈബ്യൂണൽ തള്ളിയിരുന്നു. കക്ഷി ചേരാൻ അനുവദിച്ചത് വഖഫ് സംരക്ഷണ സമിതിക്കുള്ള തിരിച്ചടിയാണെന്നും മുനമ്പം സമരസമിതി ചെയർമാൻ പറഞ്ഞു.